വീണ്ടും കനത്ത ആക്രമണവുമായി ബലൂജ് വിമത ഗ്രൂപ്പുകൾ. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഒന്നിലധികം ആക്രമണങ്ങളാണ് ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈനികർക്ക് നേരെയുണ്ടായത്. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ബലൂജ് വിമത ഗ്രൂപ്പുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ BLAയുടെ ഫത്തേ സ്ക്വാഡ് കലാട്ടിൽ ഒരു സൈനിക ബസ് ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. ആക്രമണത്തിൽ 27 സൈനികർ കൊല്ലപ്പെട്ടതായി ഇത് ബലൂചിസ്ഥാൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. സൈനിക ബസ് ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അറിയിച്ചു. കറാച്ചിയിൽ നിന്ന് ക്വറ്റയിലേക്ക് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോവുകയായിരുന്ന ബസ്സിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ബസ്സിൽ ഖവാലി കലാകാരന്മാരുൾപ്പെടെയുള്ള സാധാരണക്കാരും ഉണ്ടായിരുന്നു. എന്നാൽ സാധാരണക്കാരെയല്ല, സൈനികരെയാണ് ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് BLA പറഞ്ഞു. ആക്രമണത്തിൽ 2 ഖവാലികൾ ഉൾപ്പെടെ 3 സാധാരണക്കാരും മരിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൊച്ചിയിലെ ഹസർഗഞ്ചി പ്രദേശത്തും BLA ആക്രമണം നടത്തി. റിമോട്ട് നിയന്ത്രിത IED ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച കലാട്ടിലെ ഹസീന പ്രദേശത്ത് നടത്തിയ സ്ഫോടനത്തിൽ 4 സൈനികർ കൊല്ലപ്പെട്ടു. ബുധനാഴ്ച അവറാനിലെ ഗുജ്റോ കോർ പ്രദേശത്തെ ഒരു സൈനിക യൂണിറ്റിന് നേരെയും ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ മുസഫറാബാദിൽ നിന്നുള്ള മേജർ സയ്യിദ് റബ് നവാസ് താരിഫ് ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് അഥവാ BLFും ആക്രമണം നടത്തി. സ്ഫോടനങ്ങൾ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ വലിയ നാശം വിതച്ചിട്ടുണ്ട്. BLFും BLAയും പാകിസ്ഥാനെതിരെ അതിശക്തമായ ആക്രമണവുമായി മുന്നോട്ടു പോവുകയാണ്. സ്വതന്ത്ര ബലൂചിസ്ഥാൻ രാഷ്ട്രത്തിന് വേണ്ടി നിരവധി സായുധ ഗ്രൂപ്പുകൾ പോരാട്ടം നടത്തുന്നുണ്ട്. ഇവർ പ്രബലരാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ സഖ്യകക്ഷിയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട്. ഓപ്പറേഷൻ ബാം എന്ന പേരിൽ ബുധനാഴ്ച മുതൽ BLF പ്രവിശ്യയിൽ ശക്തമായ ആക്രമണം നടത്തുകയാണ്. സുരക്ഷാ സേനയുടെ ചെക്ക് പോസ്റ്റുകൾ, പോലീസ് സ്റ്റേഷനുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ബലൂചിസ്ഥാനിലെ സായുധ ഗ്രൂപ്പുകൾ ആക്രമണം നടത്തുന്നത്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി ബലൂച്ച് നേതാക്കൾ രംഗത്തു വന്നിരുന്നു. പാകിസ്ഥാൻ സേനയ്ക്ക് ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നും പാകിസ്ഥാനിൽ നിന്ന് വേർപിരിയാൻ നീക്കങ്ങൾ നടത്തുകയാണെന്നും അവകാശപ്പെട്ടത് പ്രമുഖ ബലൂച്ച് നേതാവായ മിർ യാർ ബലൂച്ച് ആയിരുന്നു. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ സ്വതന്ത്രമായതായി പ്രഖ്യാപനവും മിർ യാർ ബലൂച്ച് നടത്തി. പാകിസ്ഥാൻ സൈന്യത്തിന് മേഖലയിൽ നിയന്ത്രണം നഷ്ടമായെന്നും നേതാക്കൾ അവകാശപ്പെട്ടു. സ്വതന്ത്ര ബലൂചിസ്ഥാനെ അംഗീകരിക്കാനും പിന്തുണ നൽകാനുമായി ഇന്ത്യയോടും ഐക്യരാഷ്ട്ര സംഘടനയോടും ബലൂച്ച് നേതാക്കൾ അഭ്യർത്ഥിച്ചിരുന്നു. ബലൂചിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉടൻ പിൻവലിക്കാനും നേതാക്കൾ ആവശ്യപ്പെട്ടു. ബലൂചിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലല്ലെന്നും പാകിസ്ഥാൻ സൈന്യത്തിന് രാത്രിയായാൽ കൊച്ച വിട്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നുമാണ് ബലൂച്ച് നേതാക്കൾ പറഞ്ഞത്. മേഖലയുടെ 70-80% നിയന്ത്രണം പാകിസ്ഥാന് നഷ്ടപ്പെട്ടുവെന്നും ബലൂച്ച് നേതാക്കൾ വ്യക്തമാക്കി. അതിനിടെ സുരക്ഷാ ഭയം കാരണം ബലൂചിസ്ഥാനിൽ പാക് സൈന്യം വൈകിട്ട് 5 മുതൽ പുലർച്ചെ 5 വരെ പട്രോളിംഗ് ഒഴിവാക്കിയെന്ന് റിപ്പോർട്ടുകൾ വന്നു. പാകിസ്ഥാനിലെ തെക്കു പടിഞ്ഞാറൻ പ്രദേശമാണ് ബലൂചിസ്ഥാൻ. പാകിസ്ഥാനിൽ നിന്നും ഇറാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ഭൂപ്രദേശമാണിത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് എണ്ണയും പ്രകൃതിവാതകവും പ്രകൃതി സമ്പത്തുകളും കൊണ്ട് സമ്പന്നമായ ബലൂചിസ്ഥാൻ. പാകിസ്ഥാനിലെ ആകെ ഭൂവിസ്തീർണത്തിൽ ഏകദേശം 44% ബലൂചിസ്ഥാൻ വ്യാപിച്ചു കിടക്കുന്നു. എന്നാൽ ആകെ ജനസംഖ്യയുടെ ഒരു ചെറിയ ശതമാനം മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഫലമായി വികസന മുരടിപ്പിലാണ് ഈ പ്രദേശം. പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുള്ള പോരാട്ടമാണ് ബലൂച്ച് സായുധ സംഘടനകൾ വർഷങ്ങളായി നടത്തുന്നത്. കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും ചൂഷണങ്ങളും പീഡനങ്ങളും ബലൂച്ച് ജനത നേരിടുകയും ചെയ്യുന്നു. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു. എന്നാൽ 1948 പാകിസ്ഥാൻ അതിനെ തങ്ങളുടെ ഭാഗമാക്കി. ബലൂച്ച് നേതാക്കൾ ഇതിനോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു. അതിനുശേഷം ഇവിടെ സമരവും കലാപവും സായുധ പ്രവർത്തനങ്ങളും സജീവമായി. പാകിസ്ഥാൻ സൈന്യവും സുരക്ഷാ സേനകളും ഈ കലാപങ്ങളെല്ലാം അടിച്ചമർത്തി. അപ്പോഴും നിരന്തരമായി പോരാട്ടം തുടരുകയാണ് ബലൂച്ച് ജനത.